അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെയും കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള്. ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക്. ാന്റെ വീഡിയോ ഇന്നലത്തോടെ നിർത്തി കേസാണ്. ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ട. അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നു. ഷാജിദ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് സംസാരിക്കണം നമ്മൾ വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റേ പുള്ളിക്കാരനെ വിചാരിക്കും ഓക്കെ അദ്ദേഹം സൈലന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ നീതിയും കാര്യങ്ങളൊക്കെ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നൊക്കെ എൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വരാം. അത് ഓൾറെഡി എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഇറ്റ്സ് മീ റംന എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. ഓൾറെഡി നമ്മൾ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഷാജിദ പണ്ട് ഇടയ്ക്ക് അറിയാലോ, സോഷ്യൽ മീഡിയ എല്ലാവരും ഷാജിദയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ആ റംന തന്നെയാണ് ഷാജിദയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഷാജിദ എന്തെടുത്തു, ഈ ഇവിടെ റംനയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വിടുന്ന കൂട്ടത്തിൽ നമ്പരും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നമ്പർ പുറത്ത് വിട്ട ശേഷം ഒരുപാട് ഞരമ്പ് രോഗികൾ അവരെ വിളിക്കാനും പിന്നെ ഇങ്ങനെ ശല്യം ചെയ്യാനും ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഷാജിദാന്റെ വീഡിയോ ഇന്നലത്തോടെ നിർത്തി കേസാണ്. ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ട. അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞുകൂടെ, അവരെ വിളിച്ച് പറഞ്ഞുകൂടെന്ന്. ഒന്നാമത്തെ കാര്യം, ഈ ഷാജിദ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ തന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കുറെ എന്നെ പ്രൊവോക്ക് ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവർക്ക് 18ന്റെ പണി തന്നെ കൊടുക്കണം. ഒതുങ്ങിക്കൂടെ നിനക്ക്? സത്യം പറഞ്ഞാൽ അഹങ്കാരമാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. കാരണം ഇത്രയും വിഷയങ്ങളും കാര്യങ്ങളും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഏറിക്കെട്ട് എന്റെ മാനോ അല്ലെങ്കിൽ എന്റെ ഇത് പോയാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളൊരു മട്ടാണെങ്കിൽ ഷാജിദയെ എന്ത് ചെയ്യും നിങ്ങളുടെ അവസ്ഥ? ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പം മനസ്സിലായി, നിങ്ങളായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് എന്താ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മോശപ്പേര് കേൾക്കണമെന്ന് ഇത്ര നിർബന്ധമുണ്ടോ? അതോ ഈ മോശപ്പേര് കേട്ടിട്ട് ഡോളർ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഷാജിദെ. അവരത്ര മാന്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും അറിയുന്നത്. ഞാൻ ആ ഷാജിദയുടെ നമ്പർ മേടിച്ചിട്ട് ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അളിയാ ഇന്ന ഒരു സംഭവം ഇന്ന ഒരാളുണ്ടെന്നും പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിരന്തരം നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒരുപാട് ആണുങ്ങളും കാര്യങ്ങളും എന്നെ വിളിക്കുന്നുണ്ട്, ശല്യപ്പെടുത്തുന്നുണ്ട്, എനിക്ക് ഫോൺ കോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഇത് കാണിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവാരം എന്താണ്? നീയൊക്കെ വന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ തോന്നിവാസവും കള്ളങ്ങളും ഒക്കെ പറയുന്നത്? കാരണം നിന്റെയൊക്കെ നിലപാട് എന്താന്നുള്ള രീതി നാട്ടുകാർ മനസ്സിലാക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷാജിദയ്ക്ക് എന്തുവാ മറ്റുള്ളവർക്കായ കുഴപ്പമില്ല, നാണമില്ലേ ഷാജിദേ? ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവരത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവർ എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ആ വോയിസിൽ പറയുന്നത് നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫ് പോയിട്ട് വൈറലായി, ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി, അല്ല അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഗൾഫ് പോയപ്പോൾ എന്റെ വീഡിയോ വൈറലായതാണ്. ഗൾഫിൽ പോയിട്ടല്ലേ പാവം വൈറലായത്? നിങ്ങൾ കാണിക്കുന്നത് എന്താ? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്റെ ഷാജിദേ? എന്തോ പറയാനാന്ന് പറ. എന്റെ പൊന്നു റംന, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക, അതായിരിക്കും നല്ലത്. ഇത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇവക്കൊക്കെ എതിരെ കേസ് കൊടുത്താലും വലിയ കാര്യമൊന്നുമില്ല. വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയ. അതിൽ കൂടുതൽ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഏണിങ്സ് പഠിച്ചാൽ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ കാറായാലും എന്റെ വീടായാലും ഒക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കിടന്ന് അധ്വാനിച്ചിട്ട് ഏകദേശം ചെയ്ത കാര്യം. കാറൊക്കെ ഞാൻ യൂട്യൂബിന്റെ ഏണിങ്സോട് മാത്രം എടുത്തതാണ്. അതുപോലെ എന്റെ ബിസിനസ് ആയാലും യൂട്യൂബിന്റെ ഏണിങ്സ് ആണ്. ഓക്കെ, ഈ വീടായാലും ഈ വീടിന്റെ പകുതി മുക്കാലും ഞാൻ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. എന്റെ ഭർത്താവും ഞാൻ വീട് പകുതി മുക്കാലും, ഇനി ഭർത്താവ് എവിടെയെന്നാരും ചോദിക്കേണ്ട. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ്മെന്റ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പൊ ഷാജിദാനെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യമോ ഷാജിദാന്റെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ
ഞാൻ ഗൾഫ് പോയപ്പോൾ ആ വീഡിയോസ്, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചക്കറി, എന്റെ കോഴി, എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോ പോലും ഞാൻ ഇടുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് വന്നിട്ട് റംന നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഈ സാധാരണ വിഷയം ഇടുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്ന് പറയുന്നത് റംന നീ വീട്ടിലെ വിശേഷം. റംന, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റംനയുടെ ഭാഗത്ത് തെറ്റും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഭാഗങ്ങൾ എനിക്കും തോന്നിയായിരുന്നു. കാരണം നിങ്ങൾ പേഴ്സണലി പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ പേഴ്സണലി നേരത്തെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ചയായി, പിന്നെ ഷാജിദയുടെ അടുത്ത് പുറത്തിട്ട് ആകെപ്പാടെ സീനെ, എന്നിട്ട് നിങ്ങളത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ അഹങ്കാരം കാണിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ പെണ്ണ് എവിടെ ചെന്നത് തീർക്കും എന്നുള്ള കാര്യങ്ങൾ. കാരണം ഷാജിദയുടെ രീതി, സംസാരം ആർക്കും അങ്ങോട്ടും പിടിക്കുന്നില്ല. എല്ലാം വാശി. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒന്നുമില്ലായ്മയെന്ന് അവർ ഇത്രയും യൂട്യൂബേഴ്സാണ്. മറ്റേത് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന എടുത്തു പറഞ്ഞ കൈസിന്റെ പേര് തന്നെ എടുത്തു പറയാം. കാരണം അവനാണ് ഈ സത്യത്തിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ഇവരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവനെ തന്നെ തിരിച്ചു കുത്തിയ ടീമാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ അങ്ങനെ ഇട്ടു. അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് ഏകദേശം ഒരു 12 മണി 11 ആ ഒരു സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതുകാന കസിൻ ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. ഹലോ റംനയല്ലേ? അതെ റംനയാണ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം അത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഇത് എന്തോ ഉടായ്പിന്റെ പരിപാടി. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്ദാമയായിട്ടാണ് ഞാൻ നിന്ന വീട്ടിൽ. ആ ഒരു മാമ മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറലായതിലൊക്കെ അതുണ്ട്. ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ, എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്നിരുന്നത്, ആരെ വീട്ടിലാണെന്നൊക്കെ. അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല. ഈ മാമയുടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. ഈ മാമാനെ കാണാൻ പെൺകുട്ടികളും വരും, മക്കൾ, അത് അറബികൾ മാത്രമല്ല. വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ മാമയും വയ്യാതെ കിടക്കുന്ന മാമ മാത്രത്തേക്ക് ഞാൻ മണ്ണ് കാല് ചവിട്ടിയിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു. ഓക്കെ, ഞാൻ കുവൈത്തിലാണ് ഗദ്ദാമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഷാജിദാക്കെതിരെ വീഡിയോ ഇട്ടതിന് ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു പറ്റി ഈ ഷാജിദാക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അവളുടെ ഉമ്മ നിങ്ങൾക്ക് എതിരെ ചെയ്യുന്നുണ്ട് എന്ന്. എന്തൊക്കെ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്ത പറഞ്ഞു. ആ ഫോണിൽ കൂടെ കുറെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ കട്ടാക്കി. ഇതാ ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ഭാഗത്തും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനൊന്നും വരുന്നില്ല. റിയാക്ഷൻസ് വീഡിയോസ് തന്നെ കുറ്റം പറഞ്ഞത് ഇപ്പം നിങ്ങൾ തന്നെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നു. ഇതാണ് സത്യത്തിൽ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു കണ്ടന്റ് കാണുന്നു, അതെടുത്തിട്ട് ഓക്കെ അതിൻ്റെ ഭാഗത്ത് തെറ്റുകൾ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നു, ചിലപ്പോൾ 2 പേർ വിഷം വെച്ച് സംസാരിക്കുന്നു. അതത്ര നിസ്സാര കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫാമിലി പോലെ എടുക്കുന്ന പോലുള്ളൊരു സംഭവമൊന്നും അല്ല അത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വിട്ടുകള, അത്രേ ഞാനിപ്പോൾ പറയുന്നുണ്ട്. വിട്ടുകള. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഓട്ടോ കൂലി അല്ലെങ്കിൽ നിങ്ങളുടെ പെട്രോൾ പോകത്തേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോട്ടെ, അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. വെറുതെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതെ 4 കണ്ടന്റ് ഇടാൻ നോക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.